ഹലോ ഗൈസ്, ചിക്കൻ, ബീഫ്, മീൻ അങ്ങനത്തെ ഐറ്റംസിൽ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് എന്താ? എൻ്റെ ഫേവറേറ്റ് എപ്പോഴും മീനായിരിക്കും. എനിക്ക് എന്താണെന്നറിയില്ല, ഞാനൊരു മീൻ ലവറാണ്. അപ്പോൾ ഒരു 1-2 മാസമായിട്ട് എൻ്റെ ഫ്രീസറിൽ ഇരിക്കുകയാണ് ഈ ചാള. 2027 വരെ ഡേറ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ലായിരിക്കും. അപ്പോൾ ഇന്ന് എന്തായാലും അതിനെ കറിച്ചട്ടിയിലാക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ അതെടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് ആ സമയം കൊണ്ട് ഞാനൊരു ക്യാബേജ് തോരൻ സെറ്റ് ചെയ്തു. വീട്ടിലാണെങ്കിലേ എപ്പോഴും മീൻകറി ഉണ്ടാവും. അതിൻ്റെ കൂടെ അമ്മ എപ്പോഴും ഏതെങ്കിലും ഒരു വെജിറ്റബിളും ഒരു തോരന് സെറ്റാക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനാണ് നല്ല അയിലക്കറി, അയില വറുത്തത്, ക്യാബേജ് തോരൻ. അതിങ്ങനെ ഇലയിൽ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ഇലയിൽ അതിങ്ങനെ സെറ്റാക്കിയിട്ട് അമ്മ എടുത്തിങ്ങനെ വെക്കും. ഒരു തവണ വല്ലാർപാടത്ത് പോയപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഫുഡ് കൊണ്ടുപോയത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് അവിടെ നിന്ന് അത് കഴിച്ചപ്പോൾ ഉള്ള ടേസ്റ്റില്ലേ, അടിപൊളിയായിരുന്നു. എന്തായാലും ആ ഒരു ഓർമ്മയിൽ ഈ മുഴുത്ത ചാളകൾ ഞാൻ വെട്ടിയെടുത്തു. നല്ല മീൻ മുട്ടകൾ കിട്ടി. ഞങ്ങൾ മീൻ മുട്ട എന്നാണ് പറയുക. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അതിനെ പലഞ്ഞീലെന്ന് പറയാറുണ്ട്. എന്താണെന്നറിയില്ല, എന്തായാലും മീൻ മുട്ടയും എടുത്ത് അത് വറക്കാനൊക്കെ വെച്ച് സെറ്റാക്കി. ഉപ്പിടാൻ മറന്നുപോയിന്ന്. എന്നിട്ട് ഉപ്പ് പിന്നെ ഇട്ടു, കുഴപ്പമില്ലായിരുന്നു, സെറ്റാക്കി എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ മീൻ കറിയൊക്കെ വെച്ച് എല്ലാം സെറ്റാക്കിയേ. ഇത് നമ്മളുടെ ഷെയർഡ് കിച്ചൺ ആണല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പണിയൊക്കെ തീർത്ത് വേറെ ആർക്കെങ്കിലും വരണമെങ്കിൽ നമ്മളൊരു ബുദ്ധിമുട്ടാവരുത്. ഇവർക്ക് ഈ മസാല മണം അങ്ങ് സെറ്റാവില്ല. അപ്പോൾ വേഗം സെറ്റൊക്കെ ആക്കിയെടുത്ത് ആ മീൻ വറുത്ത ചട്ടിയിലോട്ട് കുറച്ച് ചോറങ്ങിട്ടിട്ട് അതങ്ങ് കുഴച്ച് കഴിക്കുന്ന ഒരു ടേസ്റ്റില്ലേ, അതൊക്കെ മൈൻഡിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. പക്ഷെ ഞാനൊരു നഗ്ന സത്യം പറയട്ടെ, ഈ കാണുന്ന ഗുമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ. അത്യാവശ്യം ഫുഡൊക്കെ ഞാൻ വീട്ടിൽ വെച്ച് ഉണ്ടാക്കുമായിരുന്നു. അന്നൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കറിയില്ല, ഇപ്പോൾ ഒരു ടേസ്റ്റും ഇല്ല. എന്തായാലും ആ കൊതി അങ്ങ് മാറി, സന്തോഷമായി, വയറ് നിറഞ്ഞു. എന്നാലും ആ നമ്മളുടെ ബ്രെയിനിലുള്ള ആ ഒരു ടേസ്റ്റില്ലേ, ആ ടേസ്റ്റ് എനിക്ക് കിട്ടുന്നില്ല. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഒന്നിനൊരു ടേസ്റ്റ് ഇല്ലാന്നേ.